പ്രശസ്ത അഭിനേത്രി നവ്യ നായർ അവരെഴുത്തുകാരി കൂടിയാണ്. വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് പിന്മാറിയ അവർ കുറച്ചു കാലത്തിന് ശേഷം ഒരു തിരിച്ചു വരവ് നടത്തി. ആ തിരിച്ചു വരവ് നല്ല നടി എന്നുള്ള പേര് സമ്പാദിച്ചുകൊണ്ടായിരുന്നു. നിരവധി അവാർഡുകൾ അവരഭിനയിച്ച ആ ഒരുത്തി എന്നുള്ള സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. നവ്യ നായരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംവിധായകൻ മധു കെ എൻ്റെ സുഹൃത്തു കൂടിയാണ്. മധുവിൻ്റെ സഹോദരിയുടെ മകളാണ് നവ്യ നായർ. ആ ഒരു പരിഗണന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കൊടുത്തിരുന്നു. ഇങ്ങോട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെ അത് ദിലീപും പൃഥ്വിരാജും അടക്കമുള്ള നായക നടന്മാരോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച് ആ സിനിമകളെല്ലാം വിജയിപ്പിച്ചു എന്നാലോചിക്കണം. ആ രീതിയിൽ സിനിമയിൽ വളർന്ന് വലുതായ നവ്യ നായർ വിവാഹശേഷം തിരികെ പോയി. അഭിനയം വേണ്ട എന്ന് വെച്ചിട്ട് നൃത്തമറിയാം. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം അഭിനയിക്കാൻ വന്നു. അപ്പോൾ പലരും പറഞ്ഞു, ഒരു മഞ്ജു വാര്യരാകാനുള്ള ഒരുക്കത്തിലാണോ തിരിച്ചു വരുന്നത് എന്ന് പരിഹസിച്ചവരുണ്ട്. ആ പരിഹസിച്ചവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഒരുത്തി എന്ന സിനിമയിലൂടെ നവ്യ നായർ ശരിക്കും തിരിച്ചു വന്നത്. അഭിനയ പ്രാധാന്യമുള്ള സൂപ്പർ സ്റ്റാറുകളില്ലാത്ത ആ സിനിമ കണ്ടവരൊക്കെ നവ്യ അഭിനന്ദിച്ചു എന്നുള്ളതാണ്. ആ സിനിമയ്ക്ക് ആദ്യമായിട്ട് ഒരുപക്ഷെ അവാർഡ് കൊടുത്തത്, ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കൊടുത്തത് ഭരത് മുരളിയുടെ പേരിലുള്ള അവാർഡായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണത്. ഭരത് മുരളി കൾച്ചർ സെൻറ്റർ കൊട്ടാരക്കര ബേസ് ചെയ്ത് സ്ഥാപിതമായിട്ടുള്ളതാണ്. അർഹതപ്പെട്ടവർക്ക് അവാർഡുകൾ നൽകിയിട്ടുണ്ട് എല്ലാ വർഷത്തിലും. ഇത് 2021 അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ആർക്ക് കൊടുക്കണം എന്നൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ആ ജഡ്ജിങ് കമ്മിറ്റിയിലുള്ളത് പ്രശസ്ത സംവിധായകരായ ആർ ശരത്ത്, വിജയകൃഷ്ണൻ, മാധ്യമപ്രവർത്തകനായ MK സുരേഷ് തുടങ്ങിയവരാണത്. കുറേ നല്ല പടങ്ങൾ മുന്നിൽ വന്നു. അഭിനേത്രികളുടെ പേരും വന്നു. അതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു. അവസാനം വന്ന 2 പേരിൽ ഒരാൾ കുറച്ചും കൂടി മുൻതൂക്കം കിട്ടിയത് നവ്യ നായർക്കാണ്, ഒരുത്തി എന്ന സിനിമയിലെ അഭിനയത്തിന്. ഞങ്ങൾ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം മറ്റു പലരും ഇതേ സിനിമയിലെ അഭിനയത്തിന് നവ്യയ്ക്ക് അവാർഡ് നൽകുകയുണ്ടായി. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ചാണ് ഞങ്ങൾ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അന്ന് അവാർഡ് നൽകിയത് ബഹുമാന്യമന്ത്രി ചിഞ്ചിറാണിയാണ്. മുഖ്യ പ്രഭാഷകനായി വന്നത് പന്നിയൻ രവീന്ദ്രനാണ്. ആർ ശരത്ത്, വിജയകൃഷ്ണൻ, MK സുരേഷ്, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അങ്ങനെ നിരവധി പേര് ആ പരിപാടി ഉണ്ടായിരുന്നു. ആലോചിക്കണം. നവ്യയുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ ടീയെ കൊടുക്കാറുണ്ട്, അവർ ടീയെ വാങ്ങിയില്ല. താമസ സൗകര്യം കൊടുക്കാറുണ്ട്, അവർ താമസ സൗകര്യം വേണ്ടെന്ന് വെച്ചു. എന്തിന്? ഉച്ച ഭക്ഷണം പോലും അവർ കഴിച്ചില്ല എന്നാലോചിക്കണം. അവർ വന്നു, യാതൊരുവിധ ശല്യവുമില്ലാതെ കൃത്യസമയത്ത് വന്ന് അവരത് കഴിഞ്ഞ് സന്തോഷത്തോടെ ആർക്കൊക്കെ കൂടെ ഫോട്ടോ എടുക്കണോ ആരെയും പിണക്കാതെ ഞങ്ങൾ കൊടുത്ത 25,000 രൂപയാണ് ഞങ്ങളുടെ അവാർഡ് തുക, വലിയൊരു നല്ലൊരു മെമൻ്റ, ഇതെല്ലാം അവർ കൊണ്ട് തിരിച്ച് പോവുകയാണ്. അവർ യാത്രയാക്കാൻ സമയം കാറിലിരുന്നു കൊണ്ട് യാത്ര പറഞ്ഞ് തിരികെ പോരാൻ സമയം അവരെന്നെ വിളിച്ചു. വിളിക്കുന്നതിന് മുമ്പൊരു സംഭവമുണ്ട്. കാരണം ദിലീപിൻ്റെ പടത്തിൽ കൂടുതൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ ഇടയ്ക്ക് എന്നോട് ചോദിക്കുകയുണ്ടായി, ദിലീപേട്ടനെ ഒതുക്കിയല്ലേ, ആ കേസ് ഞാനാണ് കൈകാര്യം ചെയ്യാനുള്ള ഒതുക്കിയല്ലേ എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം ഒന്നാമത് ഭരത് മുരളി കൾച്ചർ സെൻറ്ററിൻ്റെ ചെയർമാനാണ് ഞാൻ. ആ സിനിമ നമ്മുടെ ജോലിയുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ചിരിയിൽ ഒതുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോകാൻ നേരത്ത് അവർ പറഞ്ഞു, ഞാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപിനെ ഒതുക്കിയ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അത് തമാശയ്ക്കപ്പോൾ പറഞ്ഞെന്നുള്ളോ ചോദിച്ചെന്നുള്ളത് പറഞ്ഞു.
അപ്പം എന്നെ വിളിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ കൊടുത്ത 25,000 രൂപയുടെ കവറ് എന്നെ നീട്ടി പറഞ്ഞു, ചേട്ടാ അത് പോക്കറ്റ് വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെത്തിനത്? അല്ല അതിരുന്നോട്ടെ, എനിക്കിത് കിട്ടിയ കാര്യമില്ല, ചേട്ടൻ കയ്യിലിരുന്നുള്ള പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ഇന്നേ വരെ ഒരാളിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോഴാണ് എനിക്ക് കത്തിയത്, ഇത് എനിക്കിട്ടൊരു ചതിയായിരിക്കുമോ? കാരണം ദിലീപിൻ്റെ കേസ് കൂടുതൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, അവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപിന് നവിക്ക് ഇഷ്ടവുമാണ്. അപ്പോൾ ഞാൻ കൈക്കൂലി വാങ്ങില്ല എന്നൊരു പ്രചരണം ഉണ്ട്, മേടിച്ചിട്ടുമില്ല. അപ്പോൾ ഇക്കൂട്ട് തന്ത്രപൂർവ്വം എന്നെ പെടുത്താൻ ആയിരിക്കില്ലേ എന്നും കൂടി ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ പറഞ്ഞത് കാണിച്ചില്ല. ഞാൻ പറഞ്ഞു നവിയെ ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല. അല്ല അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് എടുക്കണം വിചാരിച്ചാൽ മതി. നമ്മൾ സംഘടനയ്ക്കാണ് തരുന്നതെങ്കിൽ അവിടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഒന്നുകിലും മന്ത്രിയെ ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രനെ ഏൽപ്പിക്കാമായിരുന്നു. അത് മുതൽ ശരത്തിനെയോ വിജയകൃഷ്ണനെയോ ചെയർമാനായ എന്നെയോ ഏൽപ്പിക്കാമായിരുന്നു. അതൊന്നും പബ്ലിക്കായിട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇത് രഹസ്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും വന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞു പോയെങ്കിൽ ഇതെൻ്റെ ഒരു കരടായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഞാനിത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് അവൾ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ വിജയകൃഷ്ണനോട് പറഞ്ഞു, വിജയകൃഷ്ണൻ അങ്ങനെ ആയി ചോദിച്ചിട്ടില്ല, സാധാരണ രീതിയിൽ ഇങ്ങനെ തമാശയിൽ ചോദിച്ചായിരിക്കും, അങ്ങനെ പറഞ്ഞു വിട്ട്. പക്ഷെ എന്നാലും എനിക്കൊരു മനസ്സിന് പ്രയാസം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊന്നും കൂടി അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി പരീക്ഷിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ 4 പുസ്തകങ്ങളുടെ ഒരുമിച്ചൊരു പ്രകാശനം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അതിലിപ്പോൾ നവ്യ നായരെ ഞാൻ എന്തായാലും വിളിച്ചു. അത് മോഹൻലാലിനെ കുറിച്ചുള്ളൊരു പുസ്തകമുണ്ട്, അതിലും കൂടി പങ്കെടുക്കണം, പ്രകാശനം ചെയ്യണം. അപ്പോൾ നവ്യ വരാമെന്ന് പറഞ്ഞു കേട്ടോ. നവ്യ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ നിർമ്മാവ് സുരേഷ് കുമാറുണ്ടായിരുന്നു, പിന്നെ നമുക്ക് ആർ ശരത്തുണ്ടായിരുന്നു, വിജയകൃഷ്ണൻ ഉണ്ടായിരുന്നു, രാജാജി മാത്യു, ജനഹിതരടി രാജാജി മാത്യു ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പേര് ഇത് പുസ്തക പ്രകാശനം, ഓരോ പുസ്തക പ്രകാശനം ഇത് ഏറ്റുവാങ്ങാനും ഉണ്ടായിരുന്ന ആയിരിക്കണം. അപ്പോൾ അത് വന്നപ്പോഴും അവർ വന്നു, 5 പൈസ ഒന്നിനും വാങ്ങിയില്ല. അവർ അവരുടെ സ്വന്തം ചെലവിൽ വന്ന് തിരിച്ചു പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, വണ്ടിക്കൂലിയൊന്നും വേണ്ടേ? അതൊന്നും വേണ്ട ചേട്ടാ എന്ന് ചോദിച്ചു. എന്താ പഴയ കണക്ക് വല്ലതും തീർക്കാനോ? അയ്യോ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ഇന്നേ വരെ ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കുകയുമില്ല. കാരണം അങ്ങനെ ഒരു കുടുംബമല്ല എൻ്റേത്. ഞാനത് തമാശ ചോദിക്കുന്ന പോലെ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഓരോരുത്തരും അവരുടെ ജോലി ചെയ്യുന്നു. ഇപ്പം ഇതിന് ഞാൻ പ്രതിഫലം വാങ്ങാത്തതെന്ന് അറിയാം. കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങുന്നവരുണ്ടായിരിക്കാം. എനിക്കിപ്പോൾ അത്യാവശ്യ സൗകര്യങ്ങളുണ്ട്, മാത്രമല്ല അത് ചേട്ടൻ്റെ പുസ്തകമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സന്തോഷത്തോടുകൂടി, ഒരു തെറ്റിദ്ധാരം വേണ്ട എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അവർ കാറിൽ കയറി പോവുകയുണ്ടായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് അവരത് പറഞ്ഞു, അങ്ങനെ ആ കവർ തന്നത് ചതിക്കാനായിരുന്നില്ല. ഒരുപക്ഷെ പലരും അങ്ങനെ കവറുകൾ വാങ്ങുന്നുണ്ടായിരിക്കാം.